സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിവിധങ്ങളായ സാമൂഹ്യ വിഷയങ്ങൾ, പാരിസ്ഥിതിക വിഷയങ്ങൾ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു നൈതികതയുടെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പി ടി ചാക്കോയുടെ ഒരു സ്ത്രീയുമായിട്ടുള്ള യാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പി ടി ചാക്കോ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ വടക്കോട്ട് പോയ കൂട്ടത്തിൽ കാറിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി ഒരു വനിതയുണ്ടായിരുന്നു. കാർ ആക്സിഡൻറ്റിൽ പെട്ടി. പക്ഷേ ആ വനിത ഉണ്ടായിരുന്നത് മന്ത്രിക്കൊന്ന് സമ്മതിക്കാൻ പറ്റിയില്ല. പക്ഷേ വനിത ഉണ്ടായിരുന്നു എന്നുള്ളത് ചിത്രങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ ആരാണ് ഈ വനിത എന്നൊരു ചോദ്യം വന്നു. അങ്ങനെയാണ് കോൺഗ്രസിനകത്ത് പിളർപ്പൊക്കെ ഉണ്ടായി കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒരു കാരണം അന്ന് ആ വനിത ഞാനാണെന്ന് പിന്നെ ലീലാ ദാമോദരൻ മേനോൻ, പിന്നെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായ ആ വനിത പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അത് ആരാണ് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. അത് പലർക്കും അറിയാം. ഞാനിത് സംബന്ധിച്ചൊരു വീഡിയോ എൻ്റെ മറ്റൊരു ചാനലിൽ ചെയ്തപ്പോൾ പലരും കമൻറ്റ് ബോക്സിലൊക്കെ കിട്ടും അത് അവരല്ല, മറ്റ് സ്ത്രീയാണ്. ആരാന്ന് എനിക്കറിയില്ല എന്തായാലും. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു കഥ. അന്ന് മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ എത്തുമ്പോൾ എത്ര മനോഹരമായി, എത്ര സുന്ദരമായിട്ടാണ് സ്ത്രീ വിഷയത്തിൽ ഓരോ രാഷ്ട്രീയ നേതാക്കളും ചെന്നുപെടുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഇതുപോലൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹം തുണി ഉരിഞ്ഞോടി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, ഇത്രയും ചാനലുകളുമില്ലായിരുന്നു. അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നൊരു എം പി ആവത്തില്ലായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും കൂടി കടിച്ചു കീറി റെഡിയാക്കി എടുത്തതിന്. പക്ഷേ അത് ഇത്രയും സംവിധാനങ്ങൾ അന്നില്ല. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ. ഒരാളിനെ നന്നാക്കാനും ചീത്തയാക്കാനും ഒക്കെ നിമിഷ നേരങ്ങൾ മതി. അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടെന്ന്. അപ്പോൾ ഓരോ നേതാക്കളും ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ യുവ നേതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇരിക്കുന്ന ഷാഫി പറമ്പിലായാലും വിഷ്ണുനാഥായാലും അതുപോലെ ഇരിക്കുന്ന യുവ നേതാക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോലെ തന്നെയാണ്, യുവ നേതാക്കളായി തന്നെയാണ് എ.കെ. ആൻ്റണി എത്ര ചെറിയ പ്രായത്തിലാണ് ആദ്യത്തെ എം.എൽ.എ ആവുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവുന്നത്. അതുപോലെ തന്നെ പി.ജെ. ജോസഫ് വളരെ ചെറിയ പ്രായത്തിൽ ആഭ്യന്തരമന്ത്രിയായ ആളാണ്. അങ്ങനെ എത്രയെത്ര ആളുകൾ രാഷ്ട്രീയത്തിൽ, കെ.എം. മാണി, ഓരോ സീനിയർ നേതാക്കളെടുത്തോളൂ. ഇന്നുള്ള വി.എം. സുധീരൻ, എത്ര സീനിയർ നേതാക്കളെടുത്താലും ഇതുപോലത്തെ ആരോപണങ്ങളില്ലാതെ ജീവിക്കുന്നവരാണ്. എന്ന് വിചാരിച്ച് അവർക്ക് സ്ത്രീ സുഹൃത്തുക്കളില്ലാതിരിക്കുമോ, സ്ത്രീ സൗഹൃദമില്ലാതിരിക്കുമോ? മദ്യപിക്കുന്നവരുണ്ട്. ഞാൻ ഇടയ്ക്കൊരു എം.എൽ.എ ഹോസ്റ്റലിൽ ഒരു എം.എൽ.എക്ക് കത്ത് കൊടുക്കാൻ പോയി, ഒരു പരിപാടിക്ക് വിളിക്കാൻ. ഒരു യുവ എം.എൽ.എ ആണ്, കോൺഗ്രസിൻ്റെ തന്നെ എം.എൽ.എ ആണ്. ഞാൻ അങ്ങനെ കുറച്ച് സ്പെസിഫിക്കായി കുളവ് പറയാം, മൊത്തത്തിൽ പറയുന്നില്ല. ഞാനന്ന് ഡയറക്ടറായിരിക്കുമ്പോൾ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കത്ത് കൊടുക്കുന്നതിന് വേണ്ടി നേരിട്ട് കൊടുക്കണം എന്നെനിക്ക്, എം.എൽ.എമാർക്ക് നേരിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ എം.എൽ.എ ഹോസ്റ്റലിൽ വേറെ ആവശ്യത്തിനോട് പോയപ്പോൾ ഞാനൊരു എം.എൽ.എയുടെ റൂമിൽ കയറി. ശരിക്കും എനിക്ക് സങ്കടം തോന്നി. ഒരു 3-4 യുവ കോൺഗ്രസ് എം.എൽ.എമാർ അകത്തിരുന്ന് നന്നായി മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവർ ചിക്കനുമൊക്കെ വെച്ച് നന്നായി വെള്ളമടിക്കുകയാണ്. പക്ഷേ അത് ഞാൻ വെള്ളമടിക്കുന്ന അവരുടെ കാര്യം, നമ്മൾ അതിനകത്ത് തിരക്കേണ്ട കാര്യമില്ല. എം.എൽ.എമാരല്ലേ, അവർക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, അടിച്ചോട്ടെ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മദ്യനിരോധന പരിപാടിയിൽ അതിലൊരു എം.എൽ.എ കേരളത്തിൽ പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാനിടയായി. പരമ പുച്ഛമാണ് തോന്നിയത് ഈ യുവാക്കളോട്. എല്ലാ യുവാക്കളും എന്നോട് പൊറുക്കണം. ഞാനിത് പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു. വി ഡി സതീശൻ്റെ മകൾക്കാണ് ഇങ്ങനെ ബാഡ് മെസ്സേജുകൾ സ്ഥിരം അയച്ചുകൊണ്ടിരുന്നാൽ ഒരുത്തന്നെ എം.എൽ.എ അല്ല എം പി അല്ല ആരയച്ചാലും വി ഡി സതീശൻ പൊറുക്കുമോ? അതിന് അനുവാദമില്ലാതെ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ പൊറുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ശോഭ ചോദിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എൻജോയ് ചെയ്തിരുന്നോ? കിട്ടിയവരും ഇത് എൻജോയ് ചെയ്തിരുന്നോ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യാമല്ലോ. ഒരു മെസ്സേജ്, ഒരാൾ മോശമായ മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ മെസ്സേജ് വരത്തില്ലല്ലോ. അപ്പോൾ അതിന് പകരം അത് തുടർച്ചയായി വരട്ടെ, എൻ്റർടൈൻ ചെയ്തോ എന്നൊരു ചോദ്യവും സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പോൾ ഇതൊരു പരസ്പര ബന്ധിതമായ കാര്യമാണോ? എന്തായാലും വി ഡി സതീശനെ പോലെയുള്ള, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, തീർച്ചയായിട്ടും മുതിർന്ന നേതാക്കൾക്കും സ്ത്രീ സൗഹൃദമുണ്ടാവും, സ്ത്രീ ബന്ധങ്ങളുണ്ടാവും. ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും CPM-ലും കോൺഗ്രസിലും 2 വാർത്ത വന്നിരുന്നു. വലിയ നേതാക്കൾക്ക് പുരുഷന്മാരാണെങ്കിൽ പെട്ടി പിടിച്ചു കൊടുക്കണം, അവരുടെ കൂടെ നിൽക്കണം. സ്ത്രീകളാണെങ്കിൽ കിടക്കറ പങ്കുവെക്കണം, എങ്കിൽ മാത്രമേ സീറ്റ് കിട്ടുകയുള്ളൂ, പ്രൊമോഷൻ കിട്ടുകയുള്ളൂ എന്ന് കുറേ സ്ത്രീകൾ തന്നെ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ തെളിവുകളില്ലാതെ അങ്ങ് പോയി. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ചിലർ തെളിവ് കൊണ്ടുവരും, ചിലർ പറയും, ചിലർ മിണ്ടാതിരിക്കും, ചിലർ അതുവഴി മതിയാക്കും. രാഷ്ട്രീയം പല തരത്തിലാണ്. എന്തായാലും ശോഭയുടെ ചോദ്യം വി ഡി സതീശൻ ഉത്തരം പറയേണ്ടതാണ്. സതീശൻ വളരെ കൃത്യമായ സീനിയർ നേതാവാണ്, ഭാവിയിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ തീർച്ചയായും ഇനി വരുന്ന യുവതലമുറയെ കുറച്ചുകൂടി സദാചാര കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിക്കുമ്പോൾ സൂക്ഷിച്ച് കോഷ്യൻ എടുക്കണമെന്ന് അതിൻ്റെ അർത്ഥം പിന്നെ എല്ലാവിധ സുരക്ഷിത മാർഗ്ഗം എടുത്തുകൊണ്ട് പിന്നെ മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്നുള്ളതല്ല, അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കുറേ കൂടി പൊതുജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശോഭയുടെ ഈ ചോദ്യം ഒരു റിലവൻ്റായ ചോദ്യമാണ്. സതീശൻ തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടതാണ്. അതിനെ രാഷ്ട്രീയമായി ശോഭ ചോദിച്ചു BJP ആണ്, ഞാൻ കോൺഗ്രസ്സാണ്, അതുകൊണ്ട് അങ്ങനെയല്ല വിഷയം. ഇത്
മുകേഷ് രാജിവെക്കണം, രാഹുൽ മാങ്കടത്തിൽ രാജിവെക്കണം, ഇതുപോലെ വന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം രാജിവെച്ച് അഗ്നിശുദ്ധി വരുത്തി. രാഷ്ട്രീയ രംഗം അഴിമതിയിലാണ് ഒരു കാലഘട്ടത്തിൽ കിടന്നതെങ്കിൽ ഇപ്പോൾ സ്ത്രീ വിഷയത്തിലാണ് പെട്ടുഴലുന്നത്. അതും നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും കുറേ കൂടി സംശുദ്ധമായ, പരിശുദ്ധമായ, സുതാര്യമായ രാഷ്ട്രീയ കാര്യങ്ങളുണ്ടാകട്ടെ. അതിങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ എൻജോയ് ചെയ്യുകയും അവസരങ്ങൾ മുതലാക്കുകയും കാശുണ്ടാക്കുകയും ശാരീരിക മാനസിക സുഖമൊക്കെ നേടുന്ന സ്ത്രീകളുമുണ്ട്. അവരെ നമ്മൾ അങ്ങനെ അടച്ച പുരുഷന്മാരെ പറയണ്ട. പക്ഷേ ഇതിൽ പെട്ടുപോകുന്ന, ട്രാപ്പിൽ പെട്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്തിയേ കഴിയും.